പ്രൈസ് ഗോഡ്. കർത്താവിൽ പ്രിയരെ, ക്രിസ്തുയേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. ഈ കർത്താവിൻ്റെ റിസറക്ഷൻ സൺഡേ മോർണിംഗിൽ ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് ആയിരിക്കാൻ ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ സൺഡേ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, കൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കപ്പെടുമാറാകട്ടെ. ഞാൻ ഈ ഡാലസിൽ വരുന്ന സമയത്ത് ഈ റിസറക്ഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ആലോചന, ഈ ഡാലസിലേക്ക് ഞാൻ വരുന്ന സമയത്ത് ഇവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം കാണുമ്പോൾ എല്ലാം ഉണങ്ങി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഒരു തണുപ്പ് സീസണിൻ്റെ ആ സമയത്തെ ഇലയെല്ലാം മാറി എല്ലാ വൃക്ഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം പട്ട് നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. എന്നാൽ അതിൻ്റെ തണുപ്പ് സീസൺ മാറി സൂര്യപ്രകാശം നന്നായിട്ട് അടിച്ചു തുടങ്ങിയപ്പോൾ കണ്ടത് ആ പട്ട് നിൽക്കുന്നു എന്ന് തോന്നിയ അതേ വൃക്ഷങ്ങളിലെല്ലാം തളിരുകൾ വരാൻ തുടങ്ങി, അതിൻ്റെ ഇലകൾ വരാൻ തുടങ്ങി, നല്ല പൂക്കൾ. ആ മരങ്ങളെല്ലാം ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചു, ഇവിടെയുള്ള മരങ്ങളെല്ലാം പട്ടുപോയല്ലോ എന്ന് ചിന്തിച്ച ഇടത്ത് ആ സീസൺ മാറി അടുത്തൊരു സൂര്യപ്രകാശം ഉദിച്ചപ്പോൾ നല്ലതായിട്ട് വെയിലടിക്കാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം തളിരിട്ട് മനോഹരമായ ഒരുപക്ഷെ മുറിച്ചു കളയുമെന്ന് ചിന്തിച്ചിരുന്ന മരങ്ങളെല്ലാം പച്ചപ്പും പൂക്കളുമായി നിറയപ്പെട്ട മനോഹരമായ ഇതായി മാറി. എൻ്റെ ഹൃദയത്തിലേക്ക് ചിന്ത വന്ന അതുപോലെയാണ് ലോകം മുഴുവൻ തീർന്നു എന്ന് ക്രിസ്തുവിനെ ക്രൂശിച്ച് അടക്കി കല്ലറയ്ക്കകത്ത് വെച്ച് സീൽ ചെയ്ത് റോമൻ ഗവൺമെൻറ് മുദ്രയിട്ട് ഇനി ഒരിക്കലും അത് തുറക്കാൻ കഴിയാത്തതുപോലെ മുദ്രയിട്ട ഇടത്ത് ആ റിസറക്ഷൻ ഡേയുടെ ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ, കർത്താവിൻ്റെ ഡേയുടെ പ്രഭാതത്തിൽ ആ കല്ലറകളെ തുറന്നുകൊണ്ട് യേശു കർത്താവ് പുറത്തു വന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ലോകം തീർന്നു എന്ന് വിധിയെഴുത്തുന്ന ഇടത്തു നിന്ന് ആരംഭിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവാണ്. ഇന്ന് ഈ റിസറക്ഷൻ സൺഡേയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പിശാച് അടച്ചു എന്ന് ഒതുക്കി കല്ലറയ്ക്കകത്താക്കി തീർന്നു, ഇനി ഒരിക്കലും പുറത്തു വരില്ലെന്ന് ഏതൊക്കെ ശക്തികൾ നിങ്ങളുടെ മേൽ മുദ്രയിട്ടാലും, ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചാലും, എന്തെങ്കിലും ബന്ധനത്തിനകത്ത് കുടുങ്ങിപ്പോയാലും ഒന്നോർക്കുക, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ റിസറക്ഷൻ പവർ നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടും. സകല ചങ്ങലകളെയും പൊട്ടിച്ചു കളഞ്ഞ് കല്ലറകളെ തുറന്നുകൊണ്ട് നമ്മളുടെ ദൈവം പുറത്തു കൊണ്ടുവരും. ആ പുറത്തു കൊണ്ടുവരുന്നത് ലോകത്തിന് അത്ഭുതമായി. ലോകത്തിലെ അനേക കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ, ഹല്ലേലൂയ, ഭൂമിയുടെ മധ്യഭാഗം എന്ന് പറയപ്പെടുന്ന ജെറുസലേമിൽ ഒരു കല്ലറ തുറന്നു കിടപ്പുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഹാസ് റൈസൺ ഫ്രം ദ ഡെത്ത്. അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങളെക്കുറിച്ചും ലോകം കാണാൻ പോകുന്നത് തീർന്നു എന്ന് ബന്ധുക്കളും ചാർച്ചക്കാരും നാട്ടുകാരും സകലരും വിധിയെഴുതി തള്ളിയിട്ടിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് ലോകം പറയാൻ പോകുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ, ഹല്ലേലൂയ, നീ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നിൻ്റെ ജീവിതം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുമാറ് ദൈവം ചരിത്രമാക്കി നിൻ്റെ ജീവിതത്തെ മാറ്റാൻ പോകുകയാണ്. എല്ലാവരെയും ഈ റിസറക്ഷൻ സൺഡേയിൽ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഉയർപ്പിക്കട്ടെ. എഫേസ്യ ലേഖനം പറയുന്നു, അല്ലെങ്കിൽ മരിച്ചവരുടെ മേൽ, മരിച്ച ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയ അതേ ആത്മാവിനെ സ്വർഗത്തിൻ്റെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും ഒരു റിസറക്ഷൻ ഉണ്ട്, നമുക്കൊരു ഉയർപ്പുണ്ട്. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് നാമും ഉയർത്തെഴുന്നേൽക്കും. ലോകം വെട്ടിക്കളയാനിട്ടിരിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ ഫലമുള്ളതായി അഹരോൻ്റെ വടി തളർത്ത് കാച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം പുഷ്ടിയുള്ളതായി അനുഗ്രഹമായി മാറുവാൻ പോകുന്നു. ആ റിസറക്ഷൻ പവർ നമ്മുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. സഭയെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഡാലസിൽ നിന്ന് സ്നേഹവന്ദനം. ഗോഡ് ബ്ലസ് യു.